യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുങ്ങുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഞങ്ങൾ ഉപവാസത്തോടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ഉപവാസത്തോടെ അല്ല. പ്രത്യേകമായി ചിലരെയൊക്കെ ഫോണിൽ വിളിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാഹചര്യം പോലെ അങ്ങനെയുള്ള ചിലർ ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാണ്, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇടവരണം. നിങ്ങളുടെ കുടുംബം നല്ല ദൈവാനുഗ്രഹം കൊണ്ട് നിറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും തീക്ഷ്ണതയുള്ളവരായി ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി വളർന്നു വരാൻ ഇടയാകണം. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ഈ തിരക്കുള്ള ദിവസവും ഈ സമയത്തും നിങ്ങൾ വചനം കേൾക്കാനൊക്കെ തയ്യാറാകുന്നല്ലോ. ഒത്തിരി നന്ദി പറയുവാണ് നിങ്ങളുടെ നല്ല മനസ്സിന്. പ്രിയപ്പെട്ടവരെ, രണ്ട് ചെറുപ്പക്കാർ ഒരു ദിവസം വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരിവിടെ വന്നു. ഞാൻ അവരോട് ചുമ്മാ ചോദിച്ചു എവിടെ നിന്നാന്ന്. അവർ പറഞ്ഞു, ഞങ്ങളങ്ങ് ദൂരെ നിന്നൊക്കെ വരുവാണ്, ഒരു സ്ഥലമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ വരാനുള്ള ഒരു കാര്യം എന്താ? അപ്പോൾ രണ്ടുപേരും ഒരു ഇൻ്റർവ്യൂയിലൂടെ അവർക്ക് വലിയ കമ്പനിയിൽ ജോലി കിട്ടി, നല്ല ശമ്പളത്തിന്. അവർ ജോലിക്ക് കയറേണ്ട ദിവസമാണ് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കമ്പനിയുടെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹയിൽ പോയി അവിടെ ഒരു ഏകദിന ധ്യാനം പ്രാർത്ഥിച്ച് വചനം കേട്ട് അനുഗ്രഹം മേടിച്ച് വന്നിട്ട് കമ്പനി കയറിയാൽ മതി. അങ്ങനെ ആ വ്യക്തി, ആ കമ്പനിയുടെ MD, ഉയർന്ന പദവിയിലിരിക്കുന്നയാൾ നിർദ്ദേശിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടിരിക്കുക. ചെറിയ പ്രായമുള്ള പിള്ളേരാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ ഞാനത് ചോദിക്കാൻ കാരണം, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫോട്ടോ എന്തിനാണ് എടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ജോലി കിട്ടി, ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് ചെല്ലണം, അത് സാറിനെ കാണിക്കാനാണെന്ന് പറഞ്ഞു. ഒരു വിശ്വാസമാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. അത് ഒരാൾക്കെന്നല്ല, ആ വ്യക്തിയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും അത് അനുഗ്രഹമായി മാറുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി. ഇന്ന് നാം കേൾക്കുന്നൊരു വചനമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 22-ാമത്തെ വാക്യം. എലിയ പറയുന്ന ഒരു പ്രത്യേക വാക്കിങ്ങനെയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:22. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്, ഞാൻ മാത്രമുള്ളൂ. ഏലിയായുടെ പ്രാർത്ഥനയാണ്. ഒറ്റയ്ക്കായിപ്പോയ ഒരു സമയമാണിത്. ഏലിയ, ഞാൻ മാത്രം. ബാലിനാകട്ടെ 450 പ്രാർത്ഥനയുണ്ട്. 23, ഞങ്ങൾക്ക് 2 കാളയെ തരുവിൻ, ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേ കാളയെ ഞാനും കൊന്ന് കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കാം. തീ അയച്ച് ഞാനും തീ കൊളുത്തുകയില്ല. തീ അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സത്യദൈവം. ഇവിടെ ഏലിയ ശരിക്കും ഒറ്റയ്ക്കായ ഒരാളാണ്. ആരുമില്ല, പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. സത്യം പറഞ്ഞാൽ സാഹചര്യങ്ങൾ മുഴുവൻ എതിരാണ്. പ്രോത്സാഹിപ്പിക്കാൻ ഏലിയായ്ക്ക് ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ ചുറ്റും നിന്ന് കൈയടിച്ചു കൊടുക്കാൻ, കൈയടിച്ചു തരാൻ, മുന്നോട്ട് പോക്കോ എന്ന് വാക്കുകൊണ്ട് പറയാൻ ആരുമില്ല. പക്ഷേ ഏലിയ അവിടെ തകർന്നില്ല. ഏലിയ അവിടെ പരാജയപ്പെട്ടില്ല. ഏലിയ അവിടെ തോൽവി സമ്മതിച്ച് അവരുടെ കൂടെ കൂടിയില്ല.
ഏലിയ ദൈവനാമത്തിൽ ഒറ്റയ്ക്ക് അവിടെ നിന്നു. ഞാൻ ഈ വാക്യം വായിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കായി പോയല്ലോ എന്നൊരു വിഷമമുണ്ടോ? ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കായി പോയെന്ന് തോന്നിയാലും നീ തകരത്തില്ല. ഒറ്റയ്ക്കായി പോയല്ലോ, അവരുടെ കൂടെ അത്രയും ആൾക്കാരുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ ആരുമില്ലല്ലോ, ഞങ്ങളുടെ വീട്ടുകാരോട് കൂടെ ആരുമില്ലല്ലോ, ഞങ്ങളുടെ വീട്ടുകാരെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലല്ലോ, ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ. ആരുമില്ലേലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ഒരിക്കലും ഒരു ഇഞ്ച് ഭയപ്പെട്ടേക്കല്ല്. ബൈബിളൊരു വാക്യമുണ്ട്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? വിശ്വാസത്തിൽ അത് പറഞ്ഞ്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറയുവാണ്. ഒരു കുഞ്ഞ്, ഒരു കയ്യിലൊക്കെ ഇരിക്കുന്ന ഒരു കുഞ്ഞിന്, അല്ലെങ്കിൽ തീരെ പറയാൻ അറിയില്ലാത്തൊരു കുഞ്ഞിൻ്റെ ഒരാവശ്യത്തെ അമ്മ മുഖത്ത് നിന്ന് വായിച്ചെടുക്കും, ശബ്ദത്തിൽ നിന്ന് വായിച്ചെടുക്കും, അല്ലേ? ഇതുപോലെ ദൈവഭക്തരായ എൻ്റെയും നിങ്ങളുടെയും ആവശ്യത്തെ നമ്മുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിവുള്ളവനാ ദൈവം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിനറിയാം. ഞാൻ പുറമേ ചിരിക്കുമെങ്കിലും അകമേ കരയുന്ന ഒരാളാണെന്ന് ദൈവത്തിനറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ല ലഭിച്ചത്, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാം. എന്നെ നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. ഏലിയായെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല, ഏലിയായെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഏലിയായുടെ സുഹൃത്തുക്കൾ അവിടെ കാണുന്നില്ല. ഏലിയ പറയുന്നുണ്ട്, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ഏലിയ പറഞ്ഞോ, ഞാൻ ഒറ്റയ്ക്കായി പോയി, എൻ്റെ ജീവിതം പോയി, എനിക്കാരും ഇല്ലാതായിപ്പോയി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യം ഒന്നും അല്ലാതായിപ്പോയി, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, അവരെ നോക്ക്. അവരൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ചിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ട്. സാരയില്ലെന്നേ. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയെന്നൊക്കെ തോന്നും, ചിലപ്പോൾ നമ്മുടെ കൂടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ ആരും പ്രോത്സാഹിപ്പിക്കാനില്ല, ഏലിയായെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, വലിയ വർത്താനം പറഞ്ഞ് സന്തോഷിപ്പിക്കാനൊന്നും ആരും ഇല്ലേലും ഒരു കാര്യം കേട്ടോണം. ഏലിയ ബലിപീഠം ഉണ്ടാക്കി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. എഴുതിയിട്ടുണ്ട് 18-ാമത്തെ വാക്യം, ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം പറ്റിക്കുകയും ചെയ്തു. 39-ാമത്തെ വാക്യം, ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം. ഇപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാണേലും, ഇപ്പോൾ ആരും ഇല്ലേലും, ഇപ്പോൾ ഒറ്റയ്ക്കായി പോയാലും, ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലേലും, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലേലും, ഇപ്പോൾ വലിയ നല്ല വർത്താനം പറയാൻ ആരും ഇല്ലേലും സാഷ്ടാംഗം വീഴുന്നൊരു കാലമുണ്ട്. കർത്താവ് തന്നെ ദൈവം എന്ന് പറഞ്ഞ് ജനം മുഴുവൻ ഏലിയായുടെ കൂടെ കൂടി. സാഹചര്യങ്ങൾ നേരെ തിരിയും, രാവും പകലും പോലെ മാറി വരും. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ഇന്നൊറ്റയ്ക്കായി പോയി ഒറ്റപ്പെടലിൻ്റെ വേദന വലുതാ. ആരും ഇല്ലാതായി പോയല്ലോ, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലല്ലോ എന്ന ചിന്ത വലുതാ, എന്ന ഭാരം വലുതാണ്. അനുഭവിച്ചവർക്ക് അതിൻ്റെ കാഠിന്യം അറിയാം. അതിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ പലരും ഡിപ്രഷനിലേക്ക് പോകും, നിരാശയിലേക്ക് പോകും, സങ്കടപ്പെട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആൾക്കാരുണ്ട്, ആരോടും മിണ്ടാത്തവരുണ്ട്, ആളുകൾ വരുമ്പോൾ ഉള്ളുവലിയുന്നവരുണ്ട്, ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവരുണ്ട്, നിരന്തരം കൗൺസിലിങ്ങിന് പോകുന്നവരുണ്ട്. പറ്റുന്നില്ല, മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്കായി പോയല്ലോ, എനിക്കാരും ഇല്ലല്ലോ, പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിച്ച് ഏലിയായ്ക്ക് ഒരു ഡിപ്രഷനും വന്നില്ല, ഏലിയായ്ക്ക് ഒരു സങ്കടവും വന്നില്ല. ഏലിയായ്ക്കറിയാം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സാഹചര്യങ്ങളെ തിരിക്കാൻ ദൈവത്തിന് പറ്റും, സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ശത്രുപക്ഷത്ത് നിന്ന ജനം മുഴുവൻ ഇപ്പോൾ സാഷ്ടാംഗം വീണ് ഏലിയായോട് പറയുക, കർത്താവ് തന്നെ ദൈവം. ഇപ്പോൾ ജനം മുഴുവൻ ഏലിയായുടെ കൂടെയായി. സാഹചര്യങ്ങളെ തിരിക്കാൻ
നിൻ്റെ പ്രാർത്ഥനയ്ക്ക് പറ്റും. സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കാൻ ശക്തി കൊണ്ട് പറ്റുമെന്നല്ല, ബുദ്ധി കൊണ്ട് പറ്റുമെന്നല്ല, ദൈവത്തോടുള്ള പ്രാർത്ഥന കൊണ്ട് പറ്റും. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ ഞായറാഴ്ച വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോ വ്യക്തികൾ സമയമില്ലാത്ത സമയത്തായത് സമയം കണ്ടെത്തിയേ. ഓടിപ്പോകുന്ന സമയത്ത് വണ്ടിയിൽ ഇരുന്നോണ്ടാ, നടന്നോണ്ടാ കേൾക്കുന്നത്, ജോലി ചെയ്തുകൊണ്ടൊക്കെയാണ് കേൾക്കുന്നത്. എന്നാലും കേൾക്കാൻ മനസ്സ് വന്നല്ലോ. തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും, ഇത് ചെവി കേട്ടോണ്ടാണല്ലോ ഇരിക്കുന്നത്. അത് മതിയെന്നേ. അത്രയെങ്കിലും ചെയ്യാൻ നിനക്ക് മനസ്സ് തോന്നിയല്ലോ. ദൈവം സഹായിക്കുന്നേ. ഒറ്റപ്പെട്ടതിൻ്റെ വിഷമമൊന്നും വേണ്ട, തകർന്നു പോകുമല്ലോ പേടിയൊന്നും വേണ്ട. സാഹചര്യങ്ങൾ തിരിയും, സാഹചര്യങ്ങൾ മാറും. ഇന്ന് ഒറ്റപ്പെട്ട നിലയിലാണെങ്കിലും സാഹചര്യങ്ങൾ മാറും. പ്രാർത്ഥിക്കട്ടെ. ഒരു നിമിഷം നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിക്കുക. കർത്താവായ യേശുവേ, നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങളെല്ലാവരെയും എഴുതി വയ്ക്കാൻ പോകുന്ന നിയോഗങ്ങളെ തിരുരക്തത്താൽ അന്ന് വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ചങ്ങയുടെ ആത്മാവിനാൽ തന്നെ നയിക്കണമേ. 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ഈ ഞായറാഴ്ച ദിവസം ഒത്തിരി അനുഗ്രഹമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ യാത്രകളിൽ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ദോഷങ്ങളൊന്നും വരികയില്ല. ഞായറാഴ്ച ദിവസം നല്ലപോലെ സന്തോഷത്തോടെ ആയിരിക്കാനും, നല്ല ഭക്ഷണം കഴിക്കാനും, നല്ല യാത്രകൾ ചെയ്യാനും, കുടുംബത്തോടൊന്നിച്ചായിരിക്കാനൊക്കെ ഭാഗ്യം ഉണ്ടാകട്ടെ. നല്ല ഭവനങ്ങളുണ്ടാകട്ടെ, നല്ല ജോലി നിനക്ക് ലഭിക്കട്ടെ, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടാകട്ടെ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ, അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. 91-ാം സങ്കീർത്തനത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും കരുതലും കൂടെ ഉണ്ടാകട്ടെ. ശരീരത്തെ അകവും പുറവും ദൈവമേ സംരക്ഷിക്കണമേ. സമാധാനം നൽകണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല ദുഷ്ടശക്തികളെയും ഇല്ലാതാക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ്. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ട ടീം അംഗങ്ങൾ നടത്തുക, പ്രാർത്ഥിക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം ഉള്ളങ്കൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.